السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിസ്ഥാനമായ ഉസൂലുൽ ഈമാൻ അഥവാ ഈമാനിന്റെ 6 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാ 5 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ 6 കാര്യങ്ങളായി പഠിപ്പിച്ച ഹദീസിൽ വന്നത് പ്രകാരം 6ാമത്തേത് വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അഥവാ അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി, അതിന്റെ ഖൈറിലും ഷർറിലും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ പാലിച്ച് നമ്മുടെ വിശ്വാസമായി സ്വീകരിച്ച് അതിനനുസൃതമായി കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായി തീരുവാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിധി എന്ന് പറയാറുണ്ട്. അൽ ഖലാഉ വൽ ഖദർ, ഖലാഉം ഖദറും. അൽ ഖലാ എന്ന് പറഞ്ഞാൽ തീരുമാനം, അൽ ഖദർ എന്ന് പറഞ്ഞാൽ വിധി. അങ്ങനെ പൊതുവെ വിധി, തീരുമാനങ്ങൾ എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ? അൽ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി, തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻകൂട്ടിയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് തീരുമാനിച്ചുവോ, എന്ന് വിധിച്ചുവോ, അതാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദർ എന്നതുകൊണ്ടുള്ള വിവക്ഷ. അള്ളാഹുവിന്റെ കിതാബിൽ ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാം, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. അള്ളാഹുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഖദറൻ മഖ്ദൂറ, അല്ലാഹു തആല ഖണ്ഡിതമായി തീരുമാനിച്ച കാര്യങ്ങളാകുന്നു. അതുപോലെ അല്ലാഹു സൂറത്തുൽ ഖമറിൽ പറഞ്ഞു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. തീർച്ചയായും ഓരോന്നിനെയും വ്യക്തമായ കൃത്യമായ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ അല്ലാഹു സൂറത്തുൽ അഅലയിൽ പറഞ്ഞു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമം നീ പ്രകീർത്തിക്കുക. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖ ഫസവ്വ, അവൻ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തവനാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, അവൻ ഖദ്ദറ തീരുമാനിക്കുകയും അതുപോലെ മാർഗം കാണിച്ചു നൽകുകയും ചെയ്തവനാണ്. അതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അൽ ഖദർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദറിനെ കുറിച്ച് സൂചന നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഖദറിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹുവിന്റെ ഖദറിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം.
ഖദറിൽ നമ്മുടെ വിശ്വാസം ഈ വിഷയത്തിൽ പാളിപ്പോയാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ തൗഹീദിനെ നിലനിർത്തുന്ന കാര്യമാണ് അൽ ഈമാനു ബിൽ ഖദർ. നമ്മുടെ തൗഹീദ് നിലനിൽക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ് അൽ ഈമാനു ബിൽ ഖദർ. ആരെങ്കിലും ഈ ഖദറിന്റെ വിഷയത്തിൽ പിഴച്ചുപോയാൽ, ഖദറിനെ ആരെങ്കിലും കളവാക്കിയാൽ അവൻ അവന്റെ തൗഹീദിനെ പൊളിച്ചു കളയും, തൗഹീദ് പൊളിയും എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഖദറു ഖുദ്റത്തുല്ലാഹ്. ഖദർ എന്നാൽ അല്ലാഹുവിന്റെ ഖുദ്റത്താണ്, അഥവാ അല്ലാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന് പറഞ്ഞല്ലോ. വിധിക്കാനും തീരുമാനിക്കാനും എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ വിശ്വാസമില്ലാതെ, ഇത് ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാതെ ഒരാൾ മരിച്ചാൽ അയാൾ നരകത്തിലായിരിക്കും എന്നാണ് സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ആ രൂപത്തിലാണ്. മഹാനായ സഹാബി ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ അൽ വലീദ് ഇബ്നു ഉബാദ, അദ്ദേഹം പറഞ്ഞു, ദഖൽതു അലാ ഉബാദത വഹുവ മരീദുൻ അതഖായലു ഫീഹി അൽ മൗത. വാപ്പ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ അഥവാ വഫാത്തിനോടടുത്ത് കിടക്കുന്ന സമയത്ത് അൽ വലീദ് മകൻ വാപ്പയുടെ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ പറഞ്ഞു, യാ അബതാ, അല്ലയോ വാപ്പ, ഔസിനി വജ്തഹിദ് ലി, താങ്കൾ എനിക്ക് ഉപദേശം നൽകിയാലും വസിയത്ത് നൽകിയാലും താങ്കൾ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാലും. അഥവാ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവിടുത്തെ നേരിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ നിന്ന് ഇൽമു പഠിച്ച സഹാബിയാണ് പിതാവ്. അതുകൊണ്ട് തന്നെ വഫാത്തോടടുത്ത സമയത്ത് മകൻ ഉപദേശം ചോദിക്കുകയാണ്. അപ്പോൾ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അജ്ലിസൂനി, മോനെ എന്നെ ഒന്ന് പിടിച്ചിരുത്തുക. എന്നിട്ട് അദ്ദേഹം മകനോട് പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ മകനെ, ഇന്നക ലൻ തത്അമ തഅമൽ ഈമാനി വലൻ തബ്ലുഗ ഹഖ്ഖ ഹഖീഖത്തിൽ ഇൽമി ബില്ലാഹി തബാറക വതആല ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. മകന് അദ്ദേഹം നൽകുന്ന വസിയത്താണിത്. മോനെ, നിനക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ യാഥാർത്ഥ്യത്തിലേക്കും നീ എത്തുകയില്ല. ഏതുവരെ? ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിന്റെ ഖദറിലുള്ള ഖൈറിലും ഷർറിലും നീ വിശ്വസിക്കുന്നത് വരെ. നോക്കൂ, അദ്ദേഹം നൽകിയ വസിയത്ത് നോക്കൂ. ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുകയില്ല. ഏതുവരെ? ഖദറിലുള്ള ഈമാൻ ശരിയാവുന്നതുവരെ. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിജ്ഞാനത്തിലേക്ക് എത്തുകയുമില്ല. ഏതുവരെ? ഖദറിൽ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നതുവരെ. അപ്പോൾ അദ്ദേഹം മകൻ ചോദിച്ചു, യാ അബതാ ഫകൈഫ ലി അൻ അഅലമ മാ ഖൈറുൽ ഖദരി വശർറുഹു, എങ്ങനെയാണ് ഖദറിലെ ഖൈറും ഷർറും ഞാൻ തിരിച്ചറിയുക? പിതാവിനോട് മകന്റെ ചോദ്യം, ഖദറിലെ ഖൈറും ഷർറും ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഖാല, അദ്ദേഹം പറഞ്ഞു കൊടുത്തു, തഅലമു അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. ഇത് സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് അതല്ലെങ്കിൽ ഈ ഒരു അസർ പരിപൂർണമായി വായിക്കുമ്പോൾ ഖദറിന്റെ പ്രാധാന്യവും അത് എങ്ങനെയാണ് എന്താണെന്നും അതിലാർക്കെങ്കിലും അബദ്ധം സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്, തഅലം, നീ അറിയുക, അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിന്നിൽ നിന്ന്
എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അഥവാ നിനക്ക് വല്ലതും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക അത് നിനക്ക് കിട്ടേണ്ടതായിരുന്നില്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. ഇനി നിനക്ക് വല്ലതും സംഭവിച്ചു എന്ന് വിചാരിക്കുക, നിനക്ക് വല്ലതും വന്നു കിട്ടി എന്ന് വിചാരിക്കുക. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. നീ മനസ്സിലാക്കുക അത് നിനക്ക് വന്നു കിട്ടേണ്ടത് തന്നെയാണ്, നിന്നിൽ നിന്നും തെറ്റിപ്പോവേണ്ടതായിരുന്നില്ല. ഇതാണ് ഖദർ. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണോ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചത് അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും നമ്മിൽ നിന്നും തെറ്റിപ്പോവുകയില്ല. എന്തെങ്കിലും നമ്മിൽ നിന്നും തെറ്റിപ്പോയിട്ടുണ്ട്, നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്, നമ്മെ ബാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അത് നമുക്ക് കിട്ടേണ്ടതായിരുന്നില്ല, അത് നമുക്ക് ബാധിക്കേണ്ടതായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇന്നി സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തബാറക വതആല അൽ ഖലം ثم قال اكتب فجرى في تلك الساعة بما هو كائن إلى يوم القيامة. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാകുന്നു. എന്നിട്ട് അതിനോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ രേഖപ്പെടുത്തി വെക്കുക. നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം. എന്നിട്ട് അദ്ദേഹം വീണ്ടും മകനെ വിളിക്കുന്നു, യാ ബുനയ്യ, മോനെ, ഇൻ മിത്ത വലസ്ത അലാ ദാലിക ദഖൽത അന്നാറ. നീ എങ്ങാനും ഈ വിശ്വാസത്തിലായിക്കൊണ്ടല്ലാതെയാണ് മരിക്കുന്നത് എങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, സഹാബത്ത് ഖദറിലുള്ള വിശ്വാസം എന്തുമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു ഹദീസാണ്, ഒരു അസറാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഖദറിലുള്ള ഈമാൻ നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈമാൻ നിലനിൽക്കാനുള്ള 6 കാര്യങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽ ഈമാനു ബിൽ ഖദർ എന്ന് പറഞ്ഞു, ഖദറിലുള്ള ഈമാൻ എന്ന് പറഞ്ഞു. അതിന്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഖൈരിഹി വശർരിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലെ നന്മയും തിന്മയും എന്താണ് സഹോദരങ്ങളെ? ഖദറിലെ നന്മയും തിന്മയും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ഖൈറുമുണ്ടാകും ഷർറുമുണ്ടാകും. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ, വിധി, അതിൽ ഖൈറും ഷർറും ഉണ്ടാകും. അതുകൊണ്ടാണ് തിന്മകൾ, പാപങ്ങൾ, ഇബ്ലീസ്, അതുപോലെയുള്ള പലതും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഖൈറുമുണ്ട് ഷർറുമുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളെ നാം ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും പരീക്ഷിക്കും. ഖൈറും ഷർറും എന്നത് അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. എന്നാൽ അവിടെ 2 കാര്യങ്ങൾ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഖൈറും ഷർറും അല്ലാഹുവിന്റെ ഖദറിൽ ഉണ്ടാകും. അതിൽ ഷർറ് ഒരിക്കലും അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. ഷർറ് അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക്. അല്ലാഹുവേ, എല്ലാ നന്മയും നിന്റെ കൈകളിലാണ്. വശർറു ലൈസ ഇലൈക. അല്ലാഹുവേ, ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഷർറായി, അതല്ലെങ്കിൽ അല്ലാഹുവിനെ പഴിചാരാൻ പാടില്ല എന്ന് ചുരുക്കം. മറിച്ച് അല്ലാഹു വിധിച്ച അല്ലാഹുവിന്റെ ഖദറിൽ ഷർറുണ്ടാകാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്തിൽ പഠിപ്പിച്ചത്, വഖിനി ശർറ മാ ഖളൈത. അല്ലാഹുവേ, നീ വിധിച്ച നിന്റെ വിധിയുടെ ഷർറിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ, എന്നെ നീ കാത്തുരക്ഷിക്കണേ. നോക്കൂ, ആ പ്രാർത്ഥന വളരെ സൂക്ഷ്മമായ അർത്ഥമാണ്. അല്ലാഹുവേ, നിന്റെ ഷർറിൽ നിന്നല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ നിന്റെ വിധി തീരുമാനങ്ങളിൽ ഉള്ള ഷർറിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ
ഷർറ് ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. എന്നാൽ ഷർറ് ഇവിടെ ഉണ്ടാകും, അത് അള്ളാഹുവിന്റെ ഖദറാണ്. പറഞ്ഞു മനസ്സിലായോ? ഉദാഹരണം ഇബ്ലീസ്. ഇബ്ലീസ് എന്നത് ഏറ്റവും വലിയ ഷർറാണ്, അഷറാണ്, ഏറ്റവും വലിയ ഷർറാണ്. ഇബ്ലീസ് അള്ളാഹുവിന്റെ വിധിയുടെ ഭാഗമാണ്, തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ ഇബ്ലീസ് ഉള്ളത് കൊണ്ടാണ് ഒരു മുഅ്മിനിന് അവന്റെ ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുന്നത്. ഇബ്ലീസ് ശത്രുവാണെന്നും ഇബ്ലീസിന്റെ കൂട്ടാളികൾ തിന്മയിലേക്ക് നയിക്കുമെന്നും അല്ലാഹു തആല അറിയിച്ചു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ വഴിയിൽ പെടാതിരിക്കാൻ പരിശ്രമിക്കും. തൗബ, ഇസ്തിഗ്ഫാർ അഥവാ തെറ്റുകൾ സംഭവിച്ചു പോയാൽ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ ഖൈറും ഷർറും ഉണ്ട്. പക്ഷേ ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. കാരണം അത് ആത്യന്തികമായി എന്തല്ല, മൊത്തത്തിൽ 100% ഷർറല്ല. ഇങ്ങനെ ഒരു മറുവശം അതിനുണ്ടാകും. അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഭൂമിയിൽ ഫസാദ് ഉണ്ടായി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. അള്ളാഹു പറഞ്ഞു, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ, അഥവാ തിന്മകൾ, പാപങ്ങൾ വർദ്ധിച്ചപ്പോൾ കടലിലും കരയിലും അഥവാ ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടായി. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി. അള്ളാഹു പറയുന്നു, ലിയുദീഖഹും ബഅദല്ലദീ അമിലു. എന്തിനാണ് അള്ളാഹു തആല അദാബ് ഇറക്കിയത്, ശിക്ഷ ഇറക്കിയത്? അത് പ്രവർത്തിച്ച ആളുകളിൽ ചിലർക്ക് അതിന്റെ ശിക്ഷ അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ്. ലഅല്ലഹും യർജിഊൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർ തിരിച്ചു മടങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ മുസീബത്തുണ്ടായാൽ, വിപത്തുണ്ടായാൽ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ അത് ബാധിച്ചവർ ആ ശിക്ഷയിൽ അകപ്പെട്ടുപോയി. എന്നാൽ ആ ശിക്ഷ കണ്ടിട്ട് പേടിച്ചു മടങ്ങിയവർ ഉണ്ടാകും, മടങ്ങുന്നവർ ഉണ്ടാകും. അപ്പൊ ആ മുസീബത്ത് എന്തല്ല, ആത്യന്തികമായി ഷർറാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മോഷ്ടാവിന്റെ കൈ വെട്ടണം എന്നാണ് ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു ഭരണാധികാരി ചെയ്യേണ്ട നിയമം. അങ്ങനെയാണ്. അതുപോലെ തന്നെ വ്യഭിചാരിയായ, വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം. ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഷർറാണ്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ അത് ഖൈറാണ്. എങ്ങനെ? ഒന്ന്, അയാൾക്ക് ഇഹലോകത്ത് അത് കഫാറത്തായേക്കാം. രണ്ടാമത്തേത്, ആ ശിക്ഷ കണ്ടുകൊണ്ട് വേറെ കുറെ ആളുകൾക്ക് പേടിയുണ്ടാകും, അവർ അത് ചെയ്യാൻ നിൽക്കുകയില്ല. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ ഖൈറും ഷർറും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ആ ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. മറിച്ച് അള്ളാഹു വിധിച്ച അള്ളാഹുവിന്റെ വിധിയിലാണ് എന്തുണ്ടാവുക, ഷർറുണ്ടാവുക. അതും കേവലം ഷർറല്ല, അത് ആത്യന്തികമായി ഷർറല്ല. ഒരു വശത്ത് ഷർറാണെങ്കിലും മറ്റു പല വജ്ഹുകളും എടുത്തു നോക്കിയാൽ, മറ്റു പല ഭാഗങ്ങളും എടുത്തു നോക്കിയാൽ അതിൽ ഖൈറ് നമുക്ക് കാണാം. ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ മനസ്സിലായോ? ഇത് സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഖദർ എന്നാൽ അല്ലാഹു തആല അവന്റെ മുൻകൂട്ടിയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് തീരുമാനിച്ച അവന്റെ വിധിക്കാണ് ഖദർ എന്ന് പറയുക. ആ ഖദറിൽ ഖൈറും ഷർറും ഉണ്ടാകും. ഖദറിൽ ഖൈറും ഷർറും ഉണ്ടാകും, നന്മയും തിന്മയും ഉണ്ടാകും. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. രണ്ടാമത്തേത്, ഷർറ് എന്നത് ആ വിധിയിലാണ് ഉണ്ടാവുക. എന്താണോ അള്ളാഹു തീരുമാനിച്ചത്, എന്താണോ അള്ളാഹു വിധിച്ചത്, അതിൽ ആണ് ഉണ്ടാവുക. അതും ആത്യന്തികമായി അത് ഷർറുമല്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് അടിസ്ഥാനപരമായി അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറഞ്ഞാൽ. അതിൽ സഹോദരങ്ങളെ, നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിധിച്ചാൽ നമുക്ക് ഖൈറാവട്ടെ ഷർറാവട്ടെ, ഷർറ് മാത്രമാണ് പൊതുവെ മനുഷ്യർ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. അല്ലാഹ്, നീ എന്താ എനിക്ക് ഇങ്ങനെ ആക്കി, എന്നെ മാത്രം എന്ത് ഇങ്ങനെ ആക്കി
എനിക്കെന്താ ഇങ്ങനെ തരുന്നു എന്ന് ഇങ്ങനെ അള്ളാഹുവിനെ പഴിചാരലാണ് പൊതുവെ ആളുകൾ, പ്രത്യേകിച്ച് ഇത് പഠിക്കാത്ത ആളുകൾ ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ യുക്തിപൂർണമായ അവന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അവൻ നിശ്ചയിച്ചതാണ്. അള്ളാഹു ഒരിക്കലും അബസായിക്കൊണ്ട് വെറുതെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സഹോദരങ്ങളെ അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥവും അതിലടങ്ങിയ പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ കൈകളിലുള്ള കിതാബിലേക്ക് നോക്കുക. അൽ ഈമാനു ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം യതളമ്മനു അർബഅത ഉമൂരിൻ, 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അൽ ഈമാനു ബി അന്ന അല്ലാഹ തആല അലിമ ബികുല്ലി ഷൈഇൻ ജുംലതൻ വതഫ്സീലൻ അസലൻ വഅബദൻ സവാഉൻ കാന ദാലിക മിമ്മാ യതഅല്ലഖു ബിഅഫ്ആലിഹി ഔ ബിഅഫ്ആലി ഇബാദിഹി. ഒന്നാമത്തെ കാര്യം, അള്ളാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായും വിശദമായും അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇൽമാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് അള്ളാഹുവിന്റെ ഇൽമിന്റെ പ്രത്യേകത? അസലൻ വ അബദൻ, അത് അവന്റെ അറിവ് അനാദിയും അനശ്വരവുമാണ്. എന്ന് പറഞ്ഞാൽ അതിന് തുടക്കമില്ല, അതിന് അറ്റവുമില്ല. അതാണ് അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ളത്. സവാഉൻ കാന ദാലിക മിമ്മാ യതഅല്ലഖു ബിഅഫ്ആലിഹി, അത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നാലും ഔ ബിഅഫ്ആലി ഇബാദിഹി, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ ആയാലും ശരി, അവയെല്ലാം അള്ളാഹുവിനറിയാം എന്ന് വിശ്വസിക്കൽ. അതെല്ലാം അള്ളാഹു തആല നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന നേരത്തെ പറഞ്ഞ ഖദർ, അത് അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. എല്ലാറ്റിനെയും അള്ളാഹുവിന്റെ അറിവ് ചൂഴ്ന്നിരിക്കുന്നു. അള്ളാഹു അറിയാത്തതായി ഒന്നും സംഭവിക്കുന്നില്ല. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. അഥവാ അവന്റെ ഇൽമ് മുഹീത്തുൻ ബിജമീഇ മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച അവന്റെ പടപ്പുകൾ, അവന്റെ സൃഷ്ടികൾ, അവനല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഒരാളുടെ ഖദറിലുള്ള ഈമാൻ ശരിയാവാൻ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇൽമിൽ വിശ്വസിക്കണം. അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എല്ലാ കാര്യങ്ങളും. അത് എല്ലാ അർത്ഥത്തിലും അള്ളാഹു റബ്ബുൽ ആലമീൻ അറിഞ്ഞിരിക്കുന്നു. സൂക്ഷ്മമായും വിശദമായും എല്ലാ അർത്ഥത്തിലും അവന്റെ അറിവ് എന്നത് അതിന് തുടക്കമില്ല, അതുപോലെ തന്നെ അതിന് അറ്റവുമില്ല, അവസാനവും ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു തആല ഒരുപാട് ആയത്തുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, യഅലമു മാ യലിജു ഫിൽ അർദ് വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ വഹുവർ റഹീമുൽ ഗഫൂർ. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത്, ആകാശത്തേക്ക് കയറിപ്പോകുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാകുന്നു. അവൻ റഹീമാണ്, ഗഫൂറാൻ, ഏറെ കാരുണ്യമുള്ളവനാണ്, പൊറുക്കുന്നവനാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ ثم استوى على العرش. അവനാകുന്നു, അല്ലാഹുവാകുന്നു ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചവൻ. എന്നിട്ട് അവൻ അവന്റെ അർശിനു മീതെ ഇസ്തിവാ ചെയ്തു. യഅലമു മാ യലിജു ഫിൽ അർദ് വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാ വമാ യഅറുജു ഫീഹാ വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു പറയുന്നു, ഭൂമിക്ക് അടിയിലുള്ളത്, ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്,
ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കുന്നത്, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത്, അതുപോലെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് എല്ലാം അള്ളാഹു അറിയുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. അഥവാ അവന്റെ അറിവ് കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും അവന്റെ വിജ്ഞാനം കൊണ്ടും അവന്റെ കഴിവുകൊണ്ടും അള്ളാഹു എല്ലാം കാണുന്നവനാകുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞിരിക്കുന്നു, എല്ലാം അറിയുന്നവനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാനിൽ ഒന്നാമതായി ഈ അടിസ്ഥാനം നമ്മൾ ഉൾക്കൊള്ളുക. അഥവാ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ റബ്ബിന്റെ ഇൽമ് അതിനെ മുൻകടന്നിരിക്കുന്നു. അള്ളാഹു അറിയാത്ത ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അൽ ഈമാനു ബി അന്ന അല്ലാഹ കതബ ദാലിക ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. അതെല്ലാം അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കൽ. ഇപ്പൊ ഇവിടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു തആല നേരത്തെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അൽ കിതാബ എന്ന് അതിനു പറയും. അഥവാ അള്ളാഹുവിന്റെ രേഖ മുൻകടന്നു പോയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ വകുല്ലു സഗീറിൻ വകബീറിൻ മുസ്തതർ. എല്ലാ കാര്യങ്ങളും, സൃഷ്ടികൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാം കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ അള്ളാഹു പറഞ്ഞു, സൂറത്തു യാസീനിൽ നമുക്ക് കാണാം, ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. തീർച്ചയായും മരണപ്പെട്ടു പോയവരെ നാം ജീവിപ്പിച്ചു കൊണ്ടുവരും. വനക്തുബു, നാം രേഖപ്പെടുത്തും, മാ ഖദ്ദമു, അവർ ചെയ്തതും, വആസാറഹും, അതിന്റെ അനന്തരഫലങ്ങളും. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും ഫി ഇമാമിൻ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, മലക്കുകൾ രേഖപ്പെടുത്തും, അഥവാ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിരീക്ഷകരായ ആളുകൾ, മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അതുപോലെ അള്ളാഹു പറഞ്ഞു, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. രണ്ടാമത്തേത് അൽ-ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട രേഖയെക്കുറിച്ചാണ് ആ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ആ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് അൽ-ലൗഹുൽ മഹ്ഫൂദ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇതെപ്പോഴാണ് രേഖപ്പെടുത്തിയത്? كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض ب50,000 سنة. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഖദർ അഥവാ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഇരുത്തം, ഞാൻ ഈ പറയുന്നത്, ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തിയത് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത്, കുല്ലു ഷൈഇൻ ബിഖദർ. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. ഹത്താ വദഉക കഫക അലാ ദഖനിക ഹകദാ ബിഖദറിൻ. നിന്റെ താടിയിൽ നീ ഇങ്ങനെ കൈവെക്കുന്നത് പോലും അല്ലാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിങ്ങനെ കൈവെക്കുന്നു, ഇതുപോലും അല്ലാഹു തീരുമാനിച്ച, അല്ലാഹു അറിഞ്ഞിട്ടുള്ള, അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുള്ള
അവന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബിഅന്ന ജമീഅൽ കായിനാതി ലാ തകൂനു ഇല്ലാ ബിമശീഅത്തില്ലാഹി തആല സവാഉൻ കാനത് മിമ്മാ യതഅല്ലഖു ബിഫിഅലിഹി അം മിമ്മാ യതഅല്ലഖു ബിഫിഅലിൽ മഖ്ലൂഖീൻ. സൃഷ്ടികളുടെയും സ്രഷ്ടാവിന്റെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ ഉണ്ടായിത്തീരുകയില്ല എന്ന വിശ്വാസം, അഥവാ അൽ മശീഅ എന്നാണ് അതിന് പറയുക. മൂന്നാമത്തെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്തൊക്കെ സംഭവിക്കണം അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയായാലും ശരി, സൃഷ്ടികളുടെ പ്രവൃത്തിയായാലും ശരി, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അവൻ നടക്കണം, സംഭവിക്കണം എന്ന് ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹം കവിതയായി പറഞ്ഞതായി നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാം, മാ ശിഅത കാന വഇല്ലം അശ. അല്ലാഹുവേ, നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കും, ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി. വമാ ശിഅതു ഇല്ലം തശ ലം യകുൻ. ഇനി ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ നീ ഉദ്ദേശിച്ചില്ല എങ്കിൽ അല്ലാഹുവേ അത് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നോ അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ചു, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും, ഫയകൂൻ. അള്ളാഹു ഒരുപാട് ആയത്തുകളിൽ അവന്റെ ഉദ്ദേശം, അവന്റെ മശീഅത്ത് പറഞ്ഞിട്ടുണ്ട്. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. സൂറത്തു തക്വീറിൽ അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന് അള്ളാഹു പറയുകയാണ്, ആരാണോ ഇസ്തിഖാമത്ത് കൈക്കൊള്ളാൻ, അഥവാ നേരെ ചൊവ്വേ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കുള്ളതാണ്. ലിമൻ ശാഅ മിൻകും ഉണ്ടോ, അള്ളാഹു പറഞ്ഞു ലിമൻ ശാഅ മിൻകും, നിങ്ങളിൽ ആരാണോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സൃഷ്ടികൾക്ക് ഉദ്ദേശമുണ്ട്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നാൽ റബ്ബുൽ ആലമീനായ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത്, അഥവാ അള്ളാഹു തആല അറിഞ്ഞ, അവൻ രേഖപ്പെടുത്തിയ, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുകയുള്ളൂ, അഥവാ ഖദറായി സംഭവിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. അള്ളാഹു തആല വേറെയും ആയത്തുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അള്ളാഹുവിന് ഉദ്ദേശമുണ്ട്, അൽ മശീഅ. അവൻ ഉദ്ദേശിച്ചത്, നടപ്പിലാക്കാൻ തീരുമാനിച്ചത് മാത്രമേ സഹോദരങ്ങളെ സംഭവിക്കുന്നുള്ളൂ. അതോടൊപ്പം അല്ലാഹു തആല സൃഷ്ടികൾക്കും ഉദ്ദേശം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കും അല്ലാഹു തആല ഉദ്ദേശിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പല ആയത്തുകളിലും പറഞ്ഞിട്ടുള്ളത്, ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവരെ നിങ്ങൾ സമീപിക്കുക. അല്ലാഹു തആല സൃഷ്ടികൾക്കും മശീഅത്ത്, ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൃഷ്ടികളുടെ ഉദ്ദേശം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താ? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ സൃഷ്ടികൾ ഉദ്ദേശിക്കുകയില്ല, അഥവാ അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് അല്ലാഹുവിന്റെ ഖദറിലുള്ള ഈമാനിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാതി മഖ്ലൂഖത്തുൻ ലില്ലാഹി തആല ബിദവാതിഹാ വസിഫതിഹാ വഹറകതിഹാ. മുഴുവൻ കാര്യങ്ങളുടെയും അസ്തിത്വവും വിശേഷണങ്ങളും ചലനങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് എന്ന് വിശ്വസിക്കൽ. അഥവാ ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ അസ്തിത്വം, അഥവാ അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ ചലനങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. അത് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ
വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹു പറഞ്ഞു, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. നമ്മുടെ ചലനം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹു സൃഷ്ടിച്ചതാണ് എന്നും നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹുവാണ് എല്ലാറ്റിന്റെയും ഖാലിഖ്, അഥവാ വ്യക്തികൾ, ജീവികൾ, ജന്തുക്കൾ, ജീവജാലങ്ങൾ, അതുപോലെ അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ രൂപം, അതിന്റെ വർണ്ണം, അതിന്റെ ചലനം, അതിന്റെ പ്രവർത്തനം, അതിന്റെ പ്രവർത്തനത്തിലെ ഖൈറും ഷർറും, ഇതെല്ലാം അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അതിന്റെ എല്ലാം സൃഷ്ടാവ് അല്ലാഹുവാണ്. സഹോദരങ്ങളെ, 4 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അൽ ഇൽം. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നോ അത് നമ്മുടെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അറിയാത്ത ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അല്ലാഹു നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലാഹുവിന്റെ അറിവിനെ മറികടന്നുകൊണ്ട് ഒരു കാര്യവും സംഭവിക്കുന്നില്ല. രണ്ടാമത്തേത് അൽ കിതാബ. അല്ലാഹു തആല നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കണം എന്ന് അല്ലാഹു നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയത് പിന്നീട് അല്ലാഹു തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് അവർ ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ വന്ന് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. ബികതബി റിസ്ഖിഹി വഅജലിഹി വഅമലിഹി ശഖിയ്യുൻ ഔ സഈദ്. ഹദീസിൽ കാണാം, 4 മാസങ്ങളായാൽ വയറ്റിലുള്ള കുട്ടിക്ക് റൂഹ് ഊതപ്പെടും. എന്നിട്ട് അതിന്റെ ഉപജീവനം അത് ആ മലക്ക് രേഖപ്പെടുത്തും. അതിന്റെ ആയുസ് രേഖപ്പെടുത്തും. അതിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തും. അത് സ്വർഗക്കാരനാണോ നരകക്കാരനാണോ രേഖപ്പെടുത്തും. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെ സംഭവിക്കുന്നോ അതാണ് പഴമക്കാർ പറയും, 4 മാസം തലക്കേറിയതല്ലാതെ വരൂലല്ലോ. എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. മൂന്നാമത്തേത് അൽ മശീഅ, അള്ളാഹുവിന്റെ ഉദ്ദേശം. അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് നടപ്പിലാക്കും. അവന്റെ ഉദ്ദേശം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അവൻ ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നാലാമത്തേത് എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എല്ലാറ്റിനെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അവൻ സൃഷ്ടിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ 4 കാര്യങ്ങളും ഖദറിലുള്ള ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ. സഹോദരങ്ങളെ, അതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. ഇപ്പൊ ഖദറിൽ പിഴച്ചുപോയ ആളുകൾ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഖദരിയാക്കൾ എന്ന ഒരു വിഭാഗമുണ്ട്. സഹാബികളുടെ കാലഘട്ടത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ, ഇങ്ങനൊരു ഖദറൊന്നില്ല, നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടൊന്നില്ല, നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, ആ രൂപത്തിൽ ഖദർ എന്നൊരു സംഗതി തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചില ആളുകൾ പറയുകയുണ്ടായി, ഇങ്ങനെ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവരെ അറിയിക്കുക, എനിക്കവരുമായോ അവർക്ക് ഞാനുമായോ യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അദ്ദേഹം ഹദീസ് ജിബ്രീൽ പറഞ്ഞു കൊടുത്തതായി നമുക്ക് കാണാം. എന്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആ ഹദീസ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد حتى جلس إلى النبي صلى الله عليه وسلم എന്ന് തുടങ്ങുന്ന സുദീർഘമായ ആ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുത്തതായി നമുക്ക് കാണാം. നമ്മൾ വിചാരിക്കും, ഈ 4 കാര്യമൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യമുണ്ട്? കാര്യമുണ്ട്. ഏത് കാലത്താണ്
പിഴച്ച കക്ഷികൾ പുറത്തേക്ക് വരിക എന്ന് നമുക്കറിയില്ല. എല്ലാ കാലത്തും ഇസ്ലാമിന്റെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് ഉസൂലുൽ ഈമാൻ, ഈ പറഞ്ഞ ഈമാൻ കാര്യങ്ങൾ കാലങ്ങളായി മുസ്ലിം സമുദായത്തിൽ പഠിപ്പിക്കപ്പെടുന്നു. കാലങ്ങളായി ചെറിയ മക്കൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കിതാബുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. ഈമാനിന്റെ 6 കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ വിശദീകരണങ്ങൾ മാത്രമായി എഴുതിയ എത്രയോ കിതാബുകളുണ്ട്. അത് സഹോദരങ്ങളെ, എല്ലാ കാലത്തും ഇത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. അല്ലാഹുവിന്റെ ഇൽമ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമാണ്. അല്ലാഹുവിന്റെ രേഖ അഥവാ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഉസൂലാണ്, അസ്ലാണ്, അടിസ്ഥാനമാണ്. അതുപോലെ അല്ലാഹുവിന് ഉദ്ദേശമുണ്ട്, അല്ലാഹു ഉദ്ദേശിക്കുകയില്ല എന്ന് പിഴച്ച കക്ഷികൾ പറയാറുണ്ട്. അല്ല, അല്ലാഹുവിന് ഉദ്ദേശമുണ്ട്, സൃഷ്ടികൾക്ക് ഉദ്ദേശമുണ്ട്, അല്ലാഹു നൽകിയതാണത്. തിരഞ്ഞെടുക്കാനുള്ള വഴി അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ സംഭവിക്കുകയില്ല. അതുപോലെ ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹു സൃഷ്ടിച്ചതാണ് ഈ സംഭവിക്കുന്നതെല്ലാം. ഇത് സഹോദരങ്ങളെ 4 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഇത്രയും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുന്നേ കേൾക്കുന്നതായിരിക്കാം ചില ചോദ്യങ്ങൾ കടന്നു വന്നേക്കാം. സഹോദരങ്ങളെ, ഖദറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനും സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് തീരുമാനിച്ച് ഉദ്ദേശിച്ച് സൃഷ്ടിച്ച കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്, പിന്നെന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? പിന്നെ നമ്മുടെ പ്രവർത്തനം എന്തിനാണ്? ഈ ചോദ്യം സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അനഅമലു ഫീ അംറിൻ മുസ്തഅനഫിൻ ഔ ഫീ അംറിൻ ഖദ് ഫുരിഗ മിൻഹു, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതല്ല നേരത്തെ തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ബൽ ഫി അംറിൻ ഖദ് ഫുരിഗ മിൻഹു, നേരത്തെ തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, ഫഫീമൽ അമൽ, നേരത്തെ എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നബിയെ പിന്നെന്തിനാണ് കർമ്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി വളരെ മനോഹരമാണ്. യഅമലൂ, അവിടുന്ന് 2 കാര്യങ്ങൾ പറഞ്ഞു. യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എളുപ്പം ലഭിക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാനാണ്. നിങ്ങളുടെ കിതാബിൽ അവലംബം അർപ്പിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു കർമ്മങ്ങൾ നിശ്ചയിച്ചത്. തൗഹീദും വിശ്വാസകാര്യങ്ങളും നിസ്കാരവും നോമ്പും സക്കാത്തും ദിക്റുകളും മറ്റു അമലുകളും അല്ലാഹു നിശ്ചയിച്ചെന്തിനാ? നമ്മളോടത് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു തആല ഓരോരുത്തരെയും എന്തിലേക്കാണോ സൃഷ്ടിച്ചത്, എവിടേക്കാണോ സൃഷ്ടിച്ചത് അതിലേക്ക് എളുപ്പം കിട്ടും. അഥവാ ഒരാൾ സ്വർഗക്കാരനാണോ, അയാളുടെ ജീവിതം പരിശോധിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പണിയായിരിക്കും അയാൾ എടുക്കുക. ഒരാളുടെ പോക്ക് നരകത്തിലേക്കാണോ അതിനനുസരിച്ചായിരിക്കും അയാൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സഹോദരങ്ങളെ പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ്, അതല്ലെങ്കിൽ സംശയമായി വരാറുള്ളതാണ്. അതിനുള്ള വളരെ മനോഹരമായ ഉത്തരമാണിത്. അല്ലാഹു നമ്മോട് പറഞ്ഞത് പ്രവർത്തിക്കാനാണ്. ആ പ്രവർത്തനം നോക്കി ഓരോരുത്തർക്കും വിലയിരുത്താം എങ്ങോട്ടേക്കാണ് പോക്ക്. അത് നാം നമ്മുടെ
ജീവിതം ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും എങ്ങോട്ടേക്കാണ് നമ്മുടെ പോക്ക്. ഒരാളും കാണാത്ത സമയത്ത് നാം എങ്ങനെയാണോ അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അള്ളാഹു മാത്രം കാണുന്ന, അള്ളാഹുവും നാമും ഒറ്റപ്പെടുമ്പോൾ എന്താണോ നമ്മുടെ അവസ്ഥ അത് അനുസരിച്ച് നമുക്ക് പരിഗണിക്കാം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു 2 മാർഗങ്ങൾ മനുഷ്യന് നിശ്ചയിച്ചിട്ടുണ്ട്. വഹദൈനാഹു നജ്ദൈൻ, 2 പാതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് ചിന്തിക്കാൻ, ആലോചിക്കാൻ, ഉദ്ദേശിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കി നല്ല വഴി തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു തആല നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അതല്ലാതെ നമ്മുടെ കിതാബ് എന്താണോ അതിനനുസരിച്ച് വരട്ടെ, നമ്മളിവിടെ ഇരിക്കാം എന്ന് പറയാൻ അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ദീനിൽ ഉറപ്പിച്ചു നിർത്താനും ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാനും നേരായ പാതയിൽ വഴിചേർക്കാനും ഒക്കെ നമ്മൾ ദുആ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ്. അതിന് വ്യക്തമായ തെളിവാണത്. അത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങാനുമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ ഒരു ഒട്ടകവുമായി വന്നിട്ട് ചോദിച്ചില്ലേ, നബിയെ, ഞാൻ അഴിച്ചുവിട്ടിട്ട് തവക്കുൽ ചെയ്താൽ മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? നീ അതിനെ കെട്ടിയിടുക എന്നിട്ട് തവക്കുൽ ചെയ്യുക. അതിനെ കെട്ടിയിടുക എന്നിട്ട് തവക്കുൽ ചെയ്യുക. അതിനെ അഴിച്ചുവിട്ടിട്ട് തവക്കുൽ ചെയ്യാനല്ല, കർമ്മം ചെയ്യണം, പ്രവർത്തിക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും വേണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് പറയാനുള്ള കാരണം ചില ആളുകൾ അവരുടെ തിന്മകൾക്ക് ന്യായം കണ്ടെത്താറുള്ള എന്താണ്? അള്ളാഹു ഖദറാക്കിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നു. അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ലേ. ഞാൻ ചെയ്യുന്ന തിന്മ അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, അള്ളാഹിന്റെ രേഖയിലുള്ളതല്ലേ ഞാൻ ചെയ്യുള്ളൂ. എന്നാൽ അത്തരം ആളുകളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, നിനക്കൊരിക്കലും ആ ഖദർ നിന്റെ തിന്മക്ക് തെളിവാക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് ഒരാൾക്കും അറിയുകയില്ല. നിന്നെക്കുറിച്ച് അല്ലാഹു തആല എന്താണ് തീരുമാനിച്ചത് എന്ന് നിനക്കറിയില്ല. നിന്നോട് കൽപ്പിച്ചത് പ്രവർത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ 2 മാർഗങ്ങളിൽ നന്മ സ്വീകരിക്കാനാണ്, നന്മയിലേക്ക് മുന്നേറാനാണ് അള്ളാഹു പറഞ്ഞത്. അതല്ലാതെ തിന്മ ചെയ്തുകൊണ്ട് ഇതാണ് എനിക്ക് ഖദർ എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താ? അയാൾക്ക് അള്ളാഹുവിന്റെ ഖദർ എന്താണെന്ന് അറിയില്ല. ഒരാൾക്ക് അയാളുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിച്ചത് നന്മയാണോ തിന്മയാണോ എന്നത് അയാൾക്കറിയില്ല. അതുകൊണ്ട് അയാൾക്ക് അയാളുടെ തിന്മക്ക് ഖദറിനെ കൂട്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, തിന്മക്ക് തന്റെ തിന്മകൾക്ക് ഖദറിനെ തെളിവ് പിടിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ഒരു സ്ഥലത്തേക്ക് അയാൾക്ക് പോകണം. 2 വഴിയുണ്ട്. ഒരാൾ പറയുകയാണ് ഈ വഴി ദുർഘടമാണ്, പ്രയാസകരമാണ്, മറ്റേ വഴി നല്ല വഴിയുമാണ്. ഇയാൾ ഏതാ തിരഞ്ഞെടുക്കുക? നല്ല വഴി തിരഞ്ഞെടുക്കും. ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിനക്ക് അള്ളാഹുവിന്റെ കൽപ്പനയുടെ കാര്യത്തിൽ ഇത് സ്വീകരിച്ചൂടാ? എനിക്ക് അള്ളാഹു ഖദറാക്കിയത് ഈ നല്ല വഴിയാണ് എന്ന് നിനക്ക് ആ സമയത്ത് തോന്നുന്നു, അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നിനക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് സൽക്കർമ്മങ്ങളാണ് എന്നെന്തുകൊണ്ട് നീ പറയുന്നില്ല? വീണ്ടും ചോദിക്കട്ടെ, 2 ജോലികൾ ഇത്തരം ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ഒരു ജോലി നല്ല ഉയർന്ന ശമ്പളമുള്ളതാണ്, രണ്ടാമത്തേത് വളരെ ചെറിയ തുച്ഛമായ ശമ്പളമാണ്. ഏതാണ് സ്വീകരിക്കുക? നല്ല ശമ്പളമുള്ള ജോലി അയാൾ സ്വീകരിക്കും. അയാൾ പറയോ എനിക്ക് തുച്ഛമായത് മതി, അള്ളാഹു ഖദറാക്കിയത് ഇതാണ് എന്ന് ഏതെങ്കിലും ഒരുത്തം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരം ആളുകൾ ഖദറിനെ തെളിവാക്കുന്നത് അവന്റെ തന്നിഷ്ടം കൊണ്ടാണ്. വീണ്ടും ചോദിക്കട്ടെ, അവന് വല്ല രോഗവും ബാധിച്ചു, എന്തിനാണ് അവൻ ചികിത്സിക്കുന്നത്? എന്തിനവൻ ഡോക്ടറെ കാണണം? ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിക്കണം. ഇനി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ എന്തിന് ഓപ്പറേഷൻ ചെയ്യണം? ആ രോഗത്തിലായി മരിച്ചു പോവാനാണ് അള്ളാഹു ഖദറാക്കിയത് എന്ന് എന്തുകൊണ്ട് അവൻ വിശ്വസിക്കുന്നില്ല, തീരുമാനിക്കുന്നില്ല?
അവനെ തീരുമാനിച്ചൂടെ? ഈ രോഗത്തിലായിക്കൊണ്ട് മരിക്കാനാണ് അള്ളാഹുവിന്റെ ഖദർ, അതുകൊണ്ട് ഡോക്ടറെ കാണിക്കുന്നില്ല എന്നവൻ തീരുമാനിക്കുകയില്ല. പിന്നെന്ത് ചെയ്യും? ഓടി ഡോക്ടറെ അടുത്ത് കാണിക്കും, എന്നിട്ട് ആ രോഗം മാറ്റാനുള്ള പണിയെടുക്കും. സഹോദരങ്ങളെ, ഖദറിലുള്ള ഈമാൻ വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അതിൽ തെറ്റിപ്പോവാൻ പാടില്ല. പല ആളുകളും നിരീശ്വരവാദികൾ, അതുപോലെ അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ തന്നിഷ്ടത്തിന്റെ ആളുകൾ, എന്ത് ഹക്ക് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കാത്ത മർക്കട മുസ്ലിയുടെ ആളുകൾ പറയുതാണ് അള്ളാഹു ഖദറാക്കിയത് അങ്ങനെയല്ലേ, പിന്നെ അങ്ങനെ സംഭവിക്കട്ടെ. ഇതാണ് അവരോട് ചോദിക്കാനുള്ള വളരെ ലളിതമായ ചോദ്യങ്ങൾ. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ്. രണ്ട് വഴിയുടെയും രണ്ട് ജോലികളുടെയും രോഗം വന്നാലും എന്തു ചെയ്യും, എനിക്കിതാണ് ഖദർ എന്ന് പറഞ്ഞ് ഇത്തരം ആളുകൾ കുറഞ്ഞത് അതല്ലെങ്കിൽ അവന് പ്രയാസമുണ്ടാവുന്നത് സ്വീകരിക്കാറില്ലല്ലോ. അതുകൊണ്ട് യഅമലു, നിങ്ങൾ പ്രവർത്തിക്കുക. എന്താണ് അള്ളാഹു നിങ്ങൾക്ക് തീരുമാനിച്ചത് എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വളരെ മനോഹരമാണ്. ഏതിലേക്കാണോ അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചത് അതിലേക്ക് അയാൾക്ക് അള്ളാഹു എളുപ്പം തരും. സഹോദരങ്ങളെ, ഖദറിലുള്ള ഈമാൻ വളരെ മനോഹരമാണ്, മഹത്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഖദറിലുള്ള ഈമാൻ നമുക്ക് നൽകുന്ന ചില ഗുണങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, ഖൽബിന് ശക്തി, ഹൃദയത്തിന് ശക്തി പകരും. കാരണം എന്ത് സംഭവിച്ചാലും അള്ളാഹു അറിഞ്ഞതാണ്, അള്ളാഹു രേഖപ്പെടുത്തിയതാണ്, അള്ളാഹു ഉദ്ദേശിച്ചതാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ ഖൽബ് എപ്പോഴും ഖുവ്വത്തുള്ളതായിരിക്കും, ദുർബലപ്പെട്ടു പോവുകയില്ല. രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും. അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ ഖദർ എന്നാൽ അത് അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. ഏത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടാലും അതൊക്കെ റബ്ബ് തീരുമാനിച്ചതാണ്. ഒരാൾക്കും ഒരു പങ്കും അതിലില്ല. ഒരാൾക്കും അത് മാറ്റാനോ തിരുത്താനോ സാധിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ നമുക്ക് വർദ്ധിക്കാൻ ഖദറിലുള്ള ഈമാൻ നമ്മെ സഹായിക്കും. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള ഖദർ നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യമാണ്, കാരണങ്ങൾ സ്വീകരിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിയിടുക, എന്നിട്ട് തവക്കുൽ ചെയ്യുക, പ്രവർത്തിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ നേരെ തിരിച്ച് ചെയ്തുകൊണ്ട് ഇത് ഖദറാണ് എന്ന് പറഞ്ഞ് കുത്തിയിരിക്കലല്ല. നാലാമത്തേത് സഹോദരങ്ങളെ, റാഹത്തുൻ നഫ്സ്, മനസ്സിന് ആശ്വാസം, സമാധാനം നമുക്ക് ലഭിക്കും. കാരണം എന്റെ റബ്ബ് അറിഞ്ഞതും രേഖപ്പെടുത്തിയതും അവൻ ഉദ്ദേശിച്ചതും അവൻ സൃഷ്ടിച്ചതുമല്ലാതെ സംഭവിക്കുന്നില്ല. അത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുള്ളൂ. എനിക്കെന്ത് സംഭവിച്ചാലും, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഖൈറാവട്ടെ ഷർറാവട്ടെ, അതെല്ലാം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു മുഅ്മിനിന് ഏറെ ആശ്വാസം നൽകും, സമാധാനം നൽകും. ഏത് പ്രതിസന്ധിയും അവന് എളുപ്പം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച തീരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തിപരമായി മുസീബത്തായി തോന്നുകയാണെങ്കിലും അതിലെല്ലാം നമുക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് പ്രയാസങ്ങൾ, മുസീബത്ത് അത് തുടരെ തുടരെ വന്നാലും അള്ളാഹു പറഞ്ഞതുപോലെ വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് നൽകും. മുൻഗാമികൾ വിശദീകരിച്ചു, ഹുവർ റജുൽ, ആരെക്കുറിച്ചാണ് ഈ അള്ളാഹു ഈ പറഞ്ഞത്? ഒരാളെ കുറിച്ചാണ്. എങ്ങനെയുള്ള ആളാണത്? തുസീബുഹുൽ മുസീബ, അയാൾക്കൊരു മുസീബത്ത് സംഭവിച്ചു. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാ, അയാൾ അടിയുറച്ചു വിശ്വസിച്ചു ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, റബ്ബ് തീരുമാനിച്ചതാണ്. ഫയർലാ വയുസല്ലിം, അവൻ തൃപ്തി കാണിച്ചു, അതിന് കീഴൊതുങ്ങി. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകും, എന്ന് പറഞ്ഞാൽ യഖീൻ നൽകും. ഒരു മുസീബത്ത് വരുമ്പോൾ ആത്മഹത്യാ പ്രേരണ നൽകുകയില്ല. ഒരു മുസീബത്ത് വരുമ്പോൾ ദീൻ ഉപേക്ഷിച്ച് പിന്നോട്ട് പോവുക എന്നതല്ല. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു മുസീബത്ത്, ഒരു അപകടം വരുമ്പോൾ അള്ളാഹുവിനെ പഴിചാരുക എന്നതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് ഷർറായി നമുക്ക് തോന്നുകയാണെങ്കിലും അതിലൊരുപാട് ഖൈറുണ്ട്. മറ്റൊരു വശം എടുത്തു നോക്കിയാൽ പ്രയാസമുള്ള, ബുദ്ധിമുട്ടുണ്ടാകുന്ന, ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് വലിയ ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എത്രത്തോളം? ഒരു മുള്ള് തറക്കുന്നത് പോലും അള്ളാഹു അതിന് കഫാറത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മുസീബത്താണത്, ഒരാളുടെ കാലിന് മുള്ള് തറക്കുക എന്നുള്ളത്. എന്നാൽ ഒരു മുഅ്മിനിന് സംഭവിച്ചാൽ, അവനതിൽ ക്ഷമിച്ചാൽ അള്ളാഹു തആല കഫാറത്തായി പരിഗണിക്കും.
ഏത് മുസീബത്തും അങ്ങനെയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസീബത്തിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കാൻ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ്. പക്ഷേ വന്നു ഭവിച്ചാൽ അതിൽ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ നിലപാട്. അങ്ങനെ ചെയ്താൽ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്? ഖദറിലുള്ള ഈമാനുള്ളത് കൊണ്ടാണ്. ഖദറിലുള്ള ഈമാൻ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ സംഭവിക്കുകയില്ല. ഇത്ര ആളുകളുണ്ട്, ഒരു മുസീബത്ത് വരുമ്പോൾ ഉറ്റ ഒരാൾ, വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയാൽ അയാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. അയാൾ മരിച്ചെങ്കിൽ പിന്നെ എനിക്ക് ദീന് വേണ്ട, ഏതല്ലാഹിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അല്ല, ക്ഷമിക്കുക, സബ്ർ ചെയ്യുക, റാഹത്തുൻ നഫ്സ്, അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പാളിപ്പോവുകയില്ല. ഖൈറ് കിട്ടിയാലും കുറേ നന്മകൾ കിട്ടി, അതുകൊണ്ട് വശലായി പോകുന്ന എത്ര ആളുകളുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ കിട്ടി, അള്ളാഹിനെ മറക്കുന്ന എത്രയോ ആളുകളുണ്ട്. ജീവിതത്തിൽ വല്ലതും നഷ്ടപ്പെട്ടു, അള്ളാഹിനെ മറക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആവാൻ സാധിക്കുകയില്ല ഈ ഈമാൻ ഉണ്ടെങ്കിൽ. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തത്തോടുള്ള അത്ഭുതം നമുക്കുണ്ടാവുകയില്ല. എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഖദറാണ്, റബ്ബ് തന്നതാണ്, അള്ളാഹു നൽകിയതാണ്, എന്റെ മേന്മ കൊണ്ടല്ല, നമ്മളെ വലിയ എന്തോ സംഭവമാണ് എന്നൊരിക്കലും നമുക്ക് തോന്നുകയില്ല. മറിച്ച് നമ്മൾ ദുർബലരാണെന്നും അടിമകളാണെന്നും അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ട ആളുകളാണ് എന്നും ഒക്കെ നമുക്ക് കിട്ടും. എങ്ങനെ? ഈ ഈമാൻ ഉണ്ടെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ ഈ പറഞ്ഞ ഉസൂലുകൾ, ഈ ഈമാനിന്റെ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, 6 ഈമാനിന്റെ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി അതിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമ്മു സ്സാലിഹാത്ത്. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.